നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആനാവൂർ നാഗപ്പനോ അദ്ദേഹം CITയുടെ നേതാവ് തിരുവനന്തപുരത്ത് പറഞ്ഞു. അതുപോലെയല്ല പി ജയരാജൻ, അല്ലെങ്കിൽ അതുപോലെയൊക്കെ തന്നെയാണ് പി ജയരാജൻ. ഈ തലപ്പൊക്കമുള്ള നേതാവാണ്, പക്ഷെ എന്താണ് പ്രത്യേകിച്ചുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് ചോദിക്കുന്നു. 52 കൊല്ലം ശരി 52 കൊല്ലം എൻ്റെ പോയി എന്നാണ് A. പത്മകുമാർ പോസ്റ്റ്. അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. ഒരു നിര നേതാക്കളെ മുഴുവൻ വെട്ടി നിർത്തിയ സമ്മേളനങ്ങൾ ഉണ്ടായിട്ടില്ലേ, അത്രയും ഇപ്പോൾ വെട്ടി നിർത്തുന്നുണ്ടോ എന്ന് ശ്രീ ഡോക്ടർ ബി ജയരാജ് പറഞ്ഞു തുടങ്ങിയത് ഇത്തവണ കാര്യമില്ലേ? അല്ല പറഞ്ഞ എനിക്ക് സത്യത്തിൽ വളരെയധികം ക്ഷമാശീലം ഈ ചർച്ചയിലൂടെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതുപോലുള്ള അഭിപ്രായങ്ങൾ, അത് മണ്ടത്തരമൊന്നും അസംബന്ധമൊന്നും ഞാൻ പറയുന്നില്ല, ഇതുപോലുള്ള അഭിപ്രായങ്ങളൊക്കെ ചാനലുകളിലൊക്കെ വന്നിരുന്ന് പറയാൻ ഇപ്പോഴും ആളുകളുണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഞാൻ നേരത്തെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഏകാധിപതിയുടെ കീഴിൽ വരുന്നത് പെനൽറ്റിമേറ്റ് ആണെന്നും അത് അന്ത്യകൂദാശയാണെന്നും പറഞ്ഞതിന് മറുപടിയായി ഇടതുപക്ഷ പ്രതിനിധി മറ്റ് രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വരുന്നുണ്ട് എന്ന് ഉപമിച്ചു. അത് അബദ്ധമാണ്, ഞാൻ ഉദ്ദേശിച്ചതല്ല. ലോകരാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തകർന്നു പോകുന്നതിന് മുമ്പ് ഏതൊക്കെ രാജ്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാലും ആ രാജ്യങ്ങളിലെല്ലാം ആ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഏകാധിപതിയുടെ ചവിട്ടടിയിൽ വരുമായിരുന്നു. അത് സ്റ്റാലിൻ മുതലുള്ള ചെഷസ്ക്യൂ മുതലുള്ള നേതാക്കന്മാർ മുതൽ അല്ല, ഞാൻ ഇടപെട്ടില്ലല്ലോ, നിങ്ങൾ മിണ്ടാതിരിക്കുകയെ. ഞാനൊന്ന് ഇടപെട്ട് ഞാൻ പറയുന്നത് തെറ്റെങ്കിൽ അത് തെറ്റ് അവിടെ നിൽക്കട്ടെ, നിങ്ങൾ അത് കഴിഞ്ഞ് പറഞ്ഞോ. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ലോകരാജ്യങ്ങളിൽ സ്റ്റാലിൻ്റെ അത് പറഞ്ഞു, ഞാൻ പറഞ്ഞു തെറ്റ്. ലോകരാജ്യങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തകരുന്നതിന് മുമ്പ് ആ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഏകാധിപതിയുടെ ചവിട്ടടിയിലാകുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതിന് ലോകരാജ്യങ്ങളിൽ മാത്രമല്ല പശ്ചിമ ബംഗാളിൽ ഉൾപ്പെടെ അനുഭവമുണ്ട്. അവിടെ പോയിട്ട് ആ പാർട്ടിയുടെ പൊടി പോലും ഉണ്ടോ ഇടതുപക്ഷ പ്രതിനിധി? പൊടി കാണാമോ? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 29 സ്ഥലങ്ങളിൽ മത്സരിച്ചിട്ട് ഇയാൾ ഈ പറയുന്ന വലിയ മുഴുത്ത പാർട്ടിക്ക് 2 മണ്ഡലങ്ങളിലാണ് കെട്ടിവെച്ച കാശ് കിട്ടിയത് ഇടതുപക്ഷ പ്രതിനിധി. ത്രിപുരയിൽ 4-5 തവണ ഭരിച്ചു. പൊടിയുണ്ടോ? പൊടി ഒരു ചെറിയ കഷ്ണം അവിടെ കാണിക്കാൻ പറ്റുമോ നിങ്ങൾ? എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് പി ജയരാജനെക്കുറിച്ച് പറയുന്നു. നിങ്ങൾക്കറിയാവോ പി ജയരാജൻ ആരാണെന്ന്? എനിക്ക് പി ജയരാജനെക്കുറിച്ചിട്ട് പല കാര്യങ്ങളിലും വിമർശനമുള്ള ആളാണ്. പക്ഷേ പി ജയരാജനെ മാറ്റി നിർത്തിയതിന് എന്ത് ന്യായമാണുള്ളത്? ഒരു ന്യായവുമില്ല. പി ജയരാജൻ PJ ആർമി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി വാഴ്ത്തുപാട്ടുകാരെ പിണറായി വിജയൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പി ജയരാജൻ മാറി നിൽക്കുന്നു. ഈ പി ജയരാജൻ ഇപ്പോഴും ഇരിക്കുന്നു. ശ്രീകുമാർ അവിടെ പറഞ്ഞു, ശ്രീകുമാർ വിവരമില്ലാത്ത ആളാണ് പാർട്ടിയെക്കുറിച്ചിട്ട്. ശ്രീകുമാറിനൊന്നും അറിയില്ല, എല്ലാം അറിയാവുന്ന ഒരു ഇടതുപക്ഷ പ്രതിനിധി ഉണ്ടല്ലോ, നന്നായി. ഈ പി ജയരാജൻ എന്തിനാണ് പുറത്താക്കിയത്? ഈ പി ജയരാജനെതിരെ നടപടി എടുത്തതല്ലേ ഈ പാർട്ടി? ഈ പി ജയരാജനെ നടപടി എടുത്തിട്ട് അയാളെ സെക്രട്ടറി ഇത് ഇവിടുത്തെ പാർട്ടിയാണ് എൻ്റെ ഇടതുപക്ഷ പ്രതിനിധി. ഒരു നടപടിയെടുത്ത് അയാളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് മാറ്റിയതാണ്. അയാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലനിർത്തിയിരിക്കുന്നു. ഇതിന് ഇംഗ്ലീഷിൽ അബ്സേർഡ് എന്നല്ലേ നമ്മൾ പറയേണ്ടി വരിക? അബ്സേർഡ്. പത്മകുമാർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് എന്താ? ചതി, വഞ്ചന, അവഹേളനം. ആലോചിച്ച് നോക്ക്. എന്നിട്ട് BJP പോലും നാണിക്കുന്ന നിലയിലുള്ള വലതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചിട്ട് എന്തോ വലിയ, ഞാൻ ചോദിക്കുന്നതിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ MV ഗോവിന്ദൻ 2020-21 മറ്റോ സംസ്ഥാന സെക്രട്ടറി, ഇത്രയും അവഹേളന പാത്രമായിട്ടുള്ള ഒരു സംസ്ഥാന സെക്രട്ടറി CPMൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ പിണറായി വിജയനെ ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ആളാണ്. പക്ഷേ പിണറായി വിജയൻ പോലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പം ഇതുപോലത്തെ ട്രോളന്മാർക്ക് വിഷയമായിട്ടുണ്ടോ ഇതുപോലത്തെ ഈ MV ഗോവിന്ദനെ കുറിച്ച്? അയാളുടെ അവസാനത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ മുതൽ മറ്റേ കേരളയിൽ വരുമ്പം അപ്പം ഗോവിന്ദൻ വരെ ട്രോളന്മാർ വിളിച്ച പരിഹാസ കഥാപാത്രമായ ആളെ ഒരെതിർപ്പുമില്ലാതെ അവിടെ കയറ്റി ഇരുത്തിയിരിക്കുകയാണ്. ഇനി ഇരുത്തിയിട്ട് അതിനെല്ലാം ഒന്ന് പ്രത്യശാസ്ത്ര പരിവേഷം, നിയോ മാർക്സിസം. എൻ്റെ അമ്മോ, സത്യം പറഞ്ഞാലുണ്ടല്ലോ സങ്കടം തോന്നുന്നു. ഈ പാർട്ടിയുടെ 10-25 വർഷം ഇതിനകത്ത് ഞാനും പ്രവർത്തിച്ചതാണ്. ഈ പാർട്ടിയുടെ ഒരു അവസ്ഥ, ഈ പാർട്ടിയുടെയൊക്കെ ഒരു മോഡലുകളായി ഈ ജയരാജനെ പോലുള്ള ആളുകളൊക്കെ വരുന്ന ഒരവസ്ഥ പരമദയനീയം എന്നേ പറയാനുള്ളൂ. ലോകരാജ്യങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തകരുന്നതിന് മുമ്പ്
ഏകാധിപതികളുടെ ചവിട്ടടിയിലായിട്ടുണ്ട്. കാരണം പിണറായി വിജയൻ്റെ ചവിട്ടടിയിൽ ഈ പാർട്ടി ആയിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടിക്ക് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി അണികൾ തന്നെ അടുത്ത ഒരവസരത്തിൽ, നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെ AICC പ്രസിഡന്റിൻ്റെ സ്ഥാനത്തേക്കാണ് ജയരാജൻ മത്സരം നടന്നത്. ഓക്കെ.